ആയത്തുകൾ കൂടി നമ്മോട് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. വഇയകാദുല്ലദീന കഫറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, നബിയെ സത്യനിഷേധികൾ ലയുസ്ലിഖൂന, വഫാത്തായിട്ട് 7 വർഷം കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ ചോദിച്ചു, കണ്ട ആള് ചോദിച്ചു, എങ്ങനുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു വിഷയത്തിന്റെ ഹിസാബിൽ നിന്ന് ഇപ്പം അങ്ങോട്ട് രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഒറ്റ വിഷയം അല്ലാഹു തആല ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം പറഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് ക്ലിയർ ആയിട്ടുള്ളൂ. എന്താണ് ആ ചോദ്യം? വല്ലാത്ത ഒരു ചോദ്യം തന്നെയാണ്. അല്ലാഹു തആല സലാമത്ത് നൽകട്ടെ. ഖബറിന്റെ ലോകം വല്ലാത്തൊരു ലോകല്ലേ സഹോദരങ്ങളെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പ്രഗൽഭനായ സ്വഹാബി വര്യനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയപ്പോ ഖബറിന്റെ ഉള്ളിലേക്ക് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അതും ഒരു സാധാരണ സ്വഹാബിയല്ല. അവിടുത്തെ മരണത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ അർശ് വരെ വിറച്ചുപോയി എന്ന് ഹദീസിൽ പഠിപ്പിച്ച സ്വഹാബിയാണ്. ആ മരണം നമ്മൾ മരിച്ചാൽ ആരറിയാൻ? അള്ളാഹുവിന്റെ അർശ് വരെ അറിഞ്ഞുപോയി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം. ആ സഅദ് തങ്ങളെ ഖബറിലേക്ക് അങ്ങ് വെച്ചപ്പോ, ഖബറിലേക്ക് വെച്ചിട്ട് അടിയിലെ ആ ഭാഗത്തുള്ള ഖബറിങ്ങനെ അടിയിലെ ഭാഗം കൊണ്ട് മൂടി റെഡിയാക്കിയിട്ട് സ്വഹാബത്തൊക്കെ മണ്ണിടാൻ ഒരുങ്ങുന്ന നേരം അല്ലാഹുവിന്റെ റസൂൽ തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. തങ്ങൾ ചൊല്ലിയപ്പോ സ്വഹാബത്തും ചൊല്ലി തുടങ്ങി, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. കുറെ നേരം തസ്ബീഹ് ചൊല്ലി. പിന്നെ തങ്ങൾ തസ്ബീഹ് നിർത്തിയിട്ട് തക്ബീർ ചൊല്ലാൻ തുടങ്ങി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സ്വഹാബത്തും തക്ബീർ ചൊല്ലി. തക്ബീർ നിർത്തിയപ്പോ അവിടുത്തോട് ചോദിച്ചു, ലിമ സബ്ബഹത തവീലൻ സുമ്മ കബ്ബർത തവീലാ. നീണ്ട നേരം തസ്ബീഹ് ചൊല്ലിയല്ല നബിയേ, നീണ്ട നേരം തക്ബീറും ചൊല്ലിയല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, സാധാരണ കാണാത്തൊരു കാഴ്ച ഈ ഖബറിന്റെ ഉള്ളിൽ ഞാൻ കണ്ടുപോയി. ലഖദ് തളായഖ അലാ ഹാദൽ അബ്ദി സ്വാലിഹി ഖബ്റുഹു. ഈ നല്ല മനുഷ്യനെ ഖബർ പിടിച്ച് ഇടുക്കിപ്പോയി സ്വഹാബാ. ഖബർ പിടിച്ച് ഇടുക്കിയപ്പോൾ എനിക്കത് സഹിച്ചില്ല. അപ്പോഴാണ് ഞാൻ തസ്ബീഹ് ചൊല്ലിയത്. നിങ്ങളും എന്റെ കൂടെ കുറെ നേരം തസ്ബീഹ് ചൊല്ലിയത്. സഹോദരങ്ങളെ, തസ്ബീഹ് കുറെ നേരം അള്ളാഹുവിനല്ലേ വാഴ്ത്തുന്നത്? പടച്ച റബ്ബിനല്ലാതെ ഈ പിടുത്തം വിടാൻ കഴിയുമോ? ഖബറിന്റെ 2 ഭിത്തികൾ ഒന്നാകെ അങ്ങ് കൂടിപ്പോയാൽ ചെറിയൊരു കൊതുകിന്റെ കടി സഹിക്കാൻ കഴിയാത്ത ദുർബല ശരീരമല്ലേ നമ്മുടെ ശരീരം. ഒരീച്ചയുടെ കടി സഹിക്കാൻ കഴിയാത്ത ശരീരമല്ലേ നമ്മുടെ ശരീരം. കാണുന്ന ഖബറിന്റെ 2 ഭിത്തികൾ അങ്ങനെ അങ്ങ് വന്ന് ഇടുക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പരിഹാരം കണ്ടത്? ദിക്ർ തന്നെ പരിഹാരം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നീണ്ട നേരം തസ്ബീഹ് അങ്ങ് ചൊല്ലിയപ്പോ അതേ ഖബർ പിടുത്തം വിട്ടുപോയി. സഅദ് തങ്ങൾക്ക് ആശ്വാസം കിട്ടിയപ്പോ സന്തോഷം കൊണ്ട് അല്ലാഹു തആലാനെ വാഴ്ത്തിയിട്ട് പറഞ്ഞു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതുകൊണ്ട് ഖബർ മൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടിയും തട്ടി പോകരുത്. കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഖബറാളിക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഖബറാളിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലണം. സാധാരണ നമ്മൾ ചൊല്ലുന്നതിൽ ഇസ്തിഗ്ഫാറും ഉണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഇ. പടച്ച റബ്ബേ, ചോദ്യത്തിന്റെ നേരം
നല്ല സ്ഥൈര്യം കൊടുക്കണേ അല്ലാ. ചോദിക്കുന്ന നേരത്ത് നല്ല സ്ഥിരത കിട്ടിയാൽ സഹോദരങ്ങളെ അത് വലിയൊരു വിജയത്തിന്റെ മാർഗം കൂടിയാണ്. ചോദിക്കുന്ന നേരത്ത് നല്ല സ്ഥിരത കിട്ടാന് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നറിയോ സഹോദരങ്ങളെ? ഈമാനും ഇഖ്ലാസും മുറുകെ പിടിച്ചുകൊണ്ട് നന്നായി ജീവിക്കണം. ഖബറിനെ കുറിച്ചുള്ളൊരു ബോധം എപ്പോഴും നമ്മളെ മനസ്സിൽ വേണം. അതേ ഖബറിന്റെ ഉള്ളിലല്ലേ ചോദ്യം നടക്കുന്നത്. ആ ചോദ്യ നേരത്ത് നല്ല സ്ഥൈര്യം ലഭിക്കാൻ സുബ്ഹാനല്ലാഹ് ഫർളും സുന്നത്തുകളും വീഴ്ച വരുത്താതെ ജീവിതത്തിൽ നിത്യമാക്കണം. തബാറക സൂറത്ത് എന്നും പതിവാക്കണം. ഖബറിന്റെ വിഷയത്തിൽ നിന്നുള്ള കാവലി എപ്പോഴും ചോദിക്കണം. സുന്നത്ത് നിസ്കാരത്തിലും ആ ദുആ വിട്ടുപോകരുത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഒരൊറ്റ നിസ്കാരത്തിലും അല്ലാഹുവിന്റെ റസൂൽ ആ ദുആ ഒഴിവാക്കിയിട്ടില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നെത്തുമ്പോഴേക്ക് തിരക്കും പിടിച്ച് സലാം വീട്ടിയിട്ട് എണീറ്റ് പോകണ്ട ഉമ്മമാരെ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി, ആലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. അത് സുന്നത്താണ്, നിസ്കാരത്തിന്റെ പൂർണ്ണതക്ക് അനിവാര്യമാണ്. വഅലാ ആലിഹി എന്ന് ചൊല്ലിയ ശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ചോദിക്കുന്ന നേരത്ത് പതറിപ്പോകരുത്. നന്നായി ആ ചോദ്യത്തിന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. ചോദ്യത്തെക്കുറിച്ച് നല്ല ബോധ്യത്തോടെ ജീവിക്കണം. പടച്ച റബ്ബിനോട് ആ നേരത്ത് സ്ഥിരത കിട്ടാൻ തസ്ബീത്ത് കിട്ടാൻ ഈമാനും ഇഖ്ലാസും എപ്പോഴും ഊട്ടിയുറപ്പിക്കണം. ഈമാനിന് ലെവലേശം സംശയമുണ്ടാകരുത്. ഞാൻ പറഞ്ഞ വിഷയം തന്നെ തുടരട്ടെ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരോടും മക്കളോടും പറഞ്ഞത്, ഒന്നാമത്തെ വിഷയം എനിക്ക് നിങ്ങൾ അവിടെ നിൽക്കുമ്പോ നേരം പോക്ക് ലഭിക്കുമെന്നാണ്. രണ്ടാമത്തതോ എന്റെ റബ്ബിന്റെ ദൂതന്മാര് ചോദിക്കാൻ വരുന്ന നേരത്ത് എന്തൊക്കെ ഉത്തരം പറയണമെന്ന് നിങ്ങൾ പുറത്തു നിന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് പെട്ടെന്ന് പോകരുതേ. ഉമ്മാനെ മറവ് ചെയ്ത്, ഉപ്പാനെ മറവ് ചെയ്ത്, കൂട്ടുകാരെ മറവ് ചെയ്ത് കുറച്ചു നേരം അതിന്റെ ചുറ്റുഭാഗത്തും നിന്ന് തസ്ബീത്ത് ചൊല്ലണം. ഒരമണിക്കൂർ നിന്ന് തസ്ബീത്ത് ചൊല്ലാൻ പറ്റുമോ? ഖബറൊക്കെ മൂടിയ ശേഷം, തൽഖീനൊക്കെ കഴിഞ്ഞ ശേഷം തസ്ബീത്ത് തുടരണം. തൽഖീൻ കഴിഞ്ഞിട്ടാണ് തസ്ബീത്ത്. തസ്ബീത്ത് നേരത്തെ തുടങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാണ്ടെങ്കിൽ കഴിച്ചാണ്ട് വേഗം സലാമത്താകല്ല വേണ്ടിയത്. തസ്ബീത്ത് ലാസ്റ്റാ, തൽഖീനൊക്കെ കഴിഞ്ഞ ശേഷം. അങ്ങനല്ല തസ്ബീത്ത്, അങ്ങനെയാണ് തസ്ബീത്ത്. തസ്ബീത്ത് ചെല്ലണം. തസ്ബീത്ത് മണ്ണിടുമ്പോഴേക്ക് തുടങ്ങിക്കോളിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മണ്ണിട്ട് ദുആക്കെ കഴിഞ്ഞതിന്റെ ശേഷവും അവിടെ നിന്നുകൊണ്ട് തസ്ബീത്ത് ചെല്ലണം. ഖബറൊക്കെ ഫുള്ള് മൂടിയ ശേഷമാണ് നബി തങ്ങൾ തസ്ബീത്ത് എല്ലാം വേണ്ടി പറഞ്ഞു. ഈ തൽഖീന് നിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ ഏതോ ആൾ തുടങ്ങി വെച്ചതാണ് ഈ തസ്ബീത്ത്. അങ്ങനെയല്ല വേണ്ടത് ശരിക്കും. ഞാനൊരു പുതിയതായിട്ട് ഒരു സുന്നത്തമാത്തിന്റെ ആശയം ഒന്ന് കോഴിക്കോട്ട് നിന്ന് എഴുതി കൊണ്ടൊന്നുമല്ല, അങ്ങനെ തന്നെ ഉള്ളത്. നേരത്തെ തന്നെ ഇമാമിയങ്ങൾ ഉസ്താദന്മാരൊക്കെ പഠിപ്പിച്ച അങ്ങനെ തന്നെ. ചോദ്യം ചോദിക്കപ്പെടുന്ന നേരത്തെ അവിടെ നിന്ന് തസ്ബീത്ത് ചൊല്ലണം, അവിടെ നിൽക്കണം. മുഅ്മിനീങ്ങൾ നിൽക്കുമ്പോ തന്നെ ഖബറാളിക്ക് സന്തോഷാണ് എന്ന് ലോകത്താരാ പഠിപ്പിച്ചത്? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തസ്ബീത്തിൽ സന്ദേഹമുണ്ടാകരുത്, തൽഖീനിൽ സന്ദേഹമുണ്ടാകരുത്. സുന്നത്ത് ജമാഅത്തിന് ഒരൊറ്റ കാര്യത്തിലും സംശയം ഉണ്ടാകാൻ പാടില്ല. ഉറച്ച ഈമാനാകണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിലൂടെ, സ്വഹാബത്ത് താബീങ്ങളിലൂടെ, താബിയുകൾ ഇമാമിങ്ങളിലൂടെ നമുക്ക് എത്തിച്ചു തന്ന എല്ലാ കാര്യങ്ങളിലും അടിയുറച്ച നല്ല ഈമാനും ഇഖ്ലാസും ഉണ്ടാകണം. ഈമാനിൽ ലവലേശം മാറ്റമുണ്ടായാൽ, നിഫാഖ് ബാധിച്ചു പോയാൽ, ബിദ്അത്ത് ബാധിച്ചു പോയാൽ ഏറ്റവും വലിയ സങ്കടം വരുന്നൊരു നേരമാണ് ഖബറിന്റെ ലോകം കേട്ടോ. മറ്റൊന്ന് മഹ്ശറിൽ വെച്ച് മുഅ്മിനീങ്ങള് അവരുടെ നൂറോടെ മുന്നോട്ട് നീങ്ങുമ്പോ പിന്നാലെ ഇരുട്ടിൽ തപ്പുന്ന മുനാഫിഖുകൾ വിളിക്കും, അലം നകും മഅകും, നമ്മൾ നിങ്ങളോടൊപ്പം ജീവിച്ചവരല്ലേ, ഒപ്പം നിസ്കരിച്ചവരല്ലേ, ഒപ്പം പലതും പലതും ചെയ്തവരല്ലേ. മുഅ്മിനീങ്ങൾ പറയും, ഖാലൂബല, സംഗതിയൊക്കെ അങ്ങനെ തന്നെ, വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബ്തും വഗറത്കുമുൽ അമാനിയു ഹത്താ ജാഅ അംറുല്ലാഹി വഗറക്കും ബില്ലാഹിൽ ഗറൂർ. ദുനിയാവിലെ താൽപര്യങ്ങളും ആഗ്രഹങ്ങളും നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. പല വിഷയങ്ങളിലും നിങ്ങൾ സംശയിച്ചു പോയി, പലതും ശരിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിപ്പോയി. വഗറക്കും ബില്ലാഹിൽ ഗറൂർ, മഹാവഞ്ചകനായ പിശാച് നിങ്ങളെ ചതിച്ചുപോയി എന്ന് ഈമാനുള്ളവർ മറുപടി പറഞ്ഞ് മുന്നോട്ട് നീങ്ങും. സഹോദരങ്ങളെ, മുനാഫിഖുകൾ ഇരുട്ടിൽ തപ്പുകയാണ്. ഒരു പ്രയോജനമുണ്ടാകുമോ? ഇല്ലല്ലോ. ഏറ്റവും കടുത്ത ശിക്ഷ കൊടുക്കാൻ വിധിക്കപ്പെട്ട നരകത്തിലെ അടിത്തട്ട് അല്ലാഹു തയ്യാറാക്കിയിരിക്കുന്നത് ആർക്കാണ്? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. കപടന്മാർക്കല്ലേ നരകത്തിലെ അടിത്തട്ട്, കപട വിശ്വാസികൾക്കല്ലേ വിശ്വാസരംഗത്ത് വൈകല്യം സംഭവിച്ചു. നിസ്കാരത്തിന് കുറവൊന്നുമില്ല, മറ്റു സുഹൃതങ്ങൾക്ക് കുറവൊന്നുമില്ല, കുറവുള്ളത് ഈമാനിനാണ്. ഈമാനിന് കുറവുണ്ടാകാൻ പാടില്ല. ലോകത്ത് ഈമാനിന് കുറവുള്ള വിഭാഗങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലും. അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു വിഭാഗമാണ് ഷീഇയ്യത്ത്, ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം. വിശ്വാസരംഗത്ത് വലിയ വൈകല്യമുള്ള കൂട്ടരാണ്. 1, 2 ഒന്നല്ല, 10, 45 വിഭാഗം ഉണ്ട് അവര്. കിതാബിൽ തന്നെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. 10, 45 വിഭാഗം ഉണ്ട്. പള്ളി ദർസിൽ ഓതുന്ന ഷറഹുൽ അഖായിദിന്റെ ഷർഹുകളിലൊക്കെ കാണാം. ചില വിശ്വാസങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർ ഇത്രയും പോയത്തക്കാരാണോ എന്ന് ചിന്തിച്ചു പോകും. സൈദിയത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട്. അതില് അവരിപ്പുണ്ടോന്ന് അറിയില്ല. അവരെന്താ പറയുന്നത് അറിയോ? ഈ മഴ പെയ്യുന്നതൊക്കെ അതൊക്കെ അല്ലാഹു തആലാന്റെ മൂത്രാണ് എന്ന് അവര് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരുടെ വിശ്വാസത്തിന്റെ ഒരു വൈകല്യം. അവർക്കുണ്ട് പള്ളി, അവർക്കുണ്ട് നിസ്കാരം, അതുകൊണ്ട് മാത്രം കാര്യമില്ല. വിദേശത്ത് ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ വാങ്ക് തന്നെ മാറിയത് കാണാം. നമ്മുടെ നാട്ടിൽ വാങ്ക് മാറിയിട്ടുണ്ടോ? ഇല്ല. അവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ അഷ്ഹദു അന്ന അലി വലിയുല്ലാഹ് എന്ന് കേൾക്കാം. ചില സ്ഥലത്ത് അഷ്ഹദു അന്ന അലി റസൂലുള്ളാഹ് എന്നും കേൾക്കാം. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യന്മാരെ വിശ്വാസപരമായിട്ടുള്ള വൈകല്യങ്ങളാണിത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസത്തിൽ വൈകല്യം സംഭവിച്ച ബിദ്അത്തുകാർ, നിഫാഖ് ബാധിച്ചവർ, അവരെല്ലാം കുടുങ്ങുന്നൊരു ലോകമാണ് അവിടെ. ഏറ്റവും അധികം ഈമാനില്ലാത്ത ആളുകള് ഒന്ന് മുസ്ലിമായെങ്കിലെങ്കിലും മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നൊരു നേരം എപ്പോഴാണെന്നറിയോ? ഒന്നാമത്തെ തട്ടിൽ നിന്ന് ദോഷികളായ മുഅ്മിനീങ്ങളുടെ ശിക്ഷ കഴിഞ്ഞിട്ട് ഘട്ടം ഘട്ടമായി അവരെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകുമ്പോ 6 തട്ടുകളിലും കിടക്കുന്ന ആളുകൾ പറയും, ദോഷികളായ മുസ്ലിമെങ്കിലും ആയില്ലല്ലോ. ഒന്നാമത്തെ തട്ടിൽ കടന്നാലും കുഴപ്പമില്ലായിരുന്നു, അവർക്ക് രക്ഷ കിട്ടിയല്ലോ ഈമാനിന്റെ പേരില്, നമുക്ക് അതും കിട്ടിയില്ലല്ലോ എന്ന് ബാക്കി 6 തട്ടിലും ഉള്ള ആളുകൾ ആവർത്തിച്ചവർ പറയും,
റുബമായ വദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. ഈമാനില്ലാത്ത ആളുകൾ ഒന്ന് മുസ്ലിമായിരുന്നെങ്കിൽ, ഒന്ന് ഇസ്ലാമോടെ ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്ന, വളരെ കൂടുതൽ ആഗ്രഹിക്കുന്ന, വിളിച്ചു പറയുന്ന നേരം അത് പരലോകമാണ് സഹോദരങ്ങളെ. ഈമാൻ ഇവിടുന്ന് കാത്തു സൂക്ഷിക്കേണ്ടതാണ്, ഇവിടുന്ന് സമ്പാദിക്കേണ്ടതാണ്. അവിടെ പോയി മൂമിനാകാൻ എല്ലാവരും റെഡിയാണ്. ഏറ്റവും അധികം അതേ പരലോകത്തുനിന്ന് ഞങ്ങൾ ഈമാൻ ിലേക്ക് വന്നുകൊള്ളാം, ഞങ്ങൾ മുസ്ലിമായി കൊള്ളാം എന്ന് പറയുന്നവരാരാണ്? സത്യനിഷേധികളാണ്. അവരാണ് ഏറ്റവും അധികം അല്ലാഹുവിനോട് പറയാ, ഫലോ അന്നലനാ കറ, ഒരു ചാൻസ് കൂടി തരുമോ പടച്ചോനെ, ഒറ്റ ചാൻസ് കൂടി, ഫനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങൾ മുഅ്മിനീങ്ങളിൽ പൊട്ടിങ്ങോട്ട് വരാം. ഈമാൻ കൊള്ളാൻ ചെറിയൊരു പ്രയാസം ഞങ്ങൾക്ക് വന്നു, അത്രേ ഉള്ളൂ. ഒരു ചാൻസ് കൂടി നീ തന്നാ മതി. നടക്കുവോ ഇനി അത്? അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ഈമാനിന് രാജിയാകുന്ന, ഈമാനിന് എതിരാകുന്ന ഒരു വാക്കും പ്രവൃത്തിയും വരാതെ നമ്മുടെ ഈമാനെ കാത്തു സൂക്ഷിക്കണം. ഈമാനിന് കേടുപാട് സംഭവിക്കരുത്. ഈമാനിന് കേടുപാട് സംഭവിച്ചാൽ പിന്നെ എത്ര വലിയ അമല്, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് അമല് ചെയ്തിട്ടും കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ വിഷയത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നിയമങ്ങൾക്ക് നിയമത്തിന്റെ വില തന്നെ നമ്മുടെ ഖൽബിൽ വേണം. ഹറാമിന് പുല്ല് വില വന്നാൽ, ഹറാമ് ലാഘവത്തോടെ കണ്ടാൽ, ഹലാലാക്കുന്ന പരിവേഷം വന്നാൽ, പലരും ചെയ്യുന്നു എന്ന മുഖേന പ്രശ്നമില്ല എന്ന ഒരു ചിന്തയും വാക്കും വന്നാൽ, ഒരൊറ്റ ഹറാമിനെ ഹലാലാക്കിയാൽ തന്നെ ദീന് വിട്ട് പുറത്തുപോയി. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ സൗന്ദര്യവും അതിന് ആസ്വാദകരും അതിന് പ്രേക്ഷകരും അതിന് സമ്പാദകരും അതിന് പ്രസിദ്ധീകരിക്കുന്ന ആളുകളും അതിന് പബ്ലിസിറ്റി ചെയ്യുന്നവരും ലോകതലത്തിൽ വർദ്ധിക്കുകയും അതിന്റെ വിവിധ മുഖങ്ങൾ ലോകതലത്തിൽ വരികയും അതിന്റെ ആളുകളായിട്ട് പലരും മാറുകയും ചെയ്യുമ്പോ, മുസ്ലിമേ, നിന്റെ ഖൽബിലെങ്ങാനും ഒരിക്കലെങ്ങാനും തോന്നിപ്പോയാൽ, ഇതിനൊന്നും പ്രശ്നമില്ല എന്ന് തോന്നിപ്പോയാൽ, പച്ച ഹറാമിന് കുഴപ്പമില്ലെന്ന് തോന്നിപ്പോയാൽ, ഈമാന് പോയി കേട്ടോ. ഇതിനത്ര പ്രശ്നമൊന്നുമില്ല. എത്ര ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്, എത്ര ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നല് വന്നാൽ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈമാന് പോയി. അതുകൊണ്ടാണ് ഹറാമിനെ ഹറാമായിട്ട് തന്നെ കാണണം, ഹറാമിനെ ഹറാമായിട്ട് തന്നെ കാണണം. എത്ര സന്നിഗ്ധ ഘട്ടമാണെങ്കിലും അതിനോട് സമരസപ്പെടുന്ന ഒരു രംഗം നമുക്ക് ഉണ്ടായിക്കൂടാ. എത്ര ബുദ്ധിമുട്ടുള്ള സംഗതി വന്നാലും അത് സ്വീകരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിക്കൂടാ. ലാഘവത്തോടെ കാണരുത്, ലാഘവത്തോടെ കാണരുത്. ഹറാമിനെ ഹറാമായിട്ട് തന്നെ കാണണം. അതിനൊന്നും പ്രശ്നമില്ല എന്ന് കാണരുത്. പ്രായപൂർത്തിയും പക്വതയും എത്തിയിട്ട് 1-2 മക്കളുള്ള ഒരു ഉപ്പയോട് അല്ല, അങ്ങനെയൊന്നും ഈ രൂപത്തിലൊന്നും വസ്ത്രം ധരിക്കാൻ പാടില്ലല്ലോ. ഇസ്ലാമികമായിട്ട് അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമില്ലേ എന്ന് ഒരു ഉസ്താദ് നല്ല ഉപദേശം നൽകിയതാണ്. അയാളെ ബുദ്ധിമുട്ടാക്കുക അല്ലെങ്കിൽ അപമാനിക്കുക ഒന്നുമില്ല, വ്യക്തിപരമായിട്ട് ഉപദേശിച്ചതാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഉസ്താദേ, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഇപ്പൊ ദുന്യാവിൽ ജീവിക്കാൻ കഴിയും, കുറച്ചൊക്കെ എങ്ങനെ ഇല്ലാതെ ഇപ്പൊ എങ്ങനെ ജീവിക്കാ? സുബ്ഹാനല്ലാഹ്, എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഇതൊക്കെ കുറച്ച് അനുവദിക്കണം എന്നല്ലേ ആ പറഞ്ഞ മനസ്ഥിതി? ഉസ്താദ് പറയുന്നത്, ഈ രൂപത്തിലുള്ള നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം അത് ശരിയല്ല. അറിവില്ലാതെ ധരിച്ചതാണെങ്കിൽ നിങ്ങൾ തിരുത്തണം. നിങ്ങളെ മോനും ധരിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ. വളരെ കടുത്ത ഭാഷയിലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്?
അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കൂല എന്നൊക്കെ ഇതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ലേ? ഈ വിഷയം നമ്മിൽ നിന്ന് ഉണ്ടാകാതെ സൂക്ഷിക്കുകയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞപ്പോ മറുപടി എന്താണെന്നറിയോ? ഇങ്ങനൊക്കെ അല്ലാതെ ഇപ്പത്തെ കാലത്ത് ജീവിക്കാൻ കഴിയോന്നാണ്. സഹോദരങ്ങളെ, ഏത് കാലം മാറി വന്നാലും ഹറാമ് ഹറാമായിട്ട് തന്നെ വിലയിരുത്തണം. ഹലാലിന്റെ പരിവേഷം കൊടുത്തുകൂടാ. +2 കാരിയായ ഒരു പെണ്ണിനെ പർദ്ദ ധരിച്ച് മഫ്ത ധരിച്ച് ബുർഖ ധരിച്ച ഉമ്മാന്റെ കൂടെ തോളിൽ ഒരു ഷാളുമിട്ടിട്ട് കണ്ടപ്പോ ഒരു പൊതുപ്രവർത്തകനായ ദീനീ പ്രവർത്തകൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ നല്ല മുത്തഖിയായ ഉമ്മയാണ്, പക്ഷേ കെട്ടിക്കാൻ പ്രായമായ നിങ്ങളെ കൂടെയുള്ള ഈ മകള് +2 പഠിച്ചു കഴിഞ്ഞ ഈ പെണ്ണ് തലയിൽ ഒരു തട്ടമില്ലാതെ തോളിൽ ഒരു തട്ടമിട്ടിട്ടല്ലേ പോകുന്നത്? തലയിൽ തട്ടമിടാതെ നടക്കുന്നത് ഹറാമല്ലയോ എന്ന് പറയുന്ന സമയത്ത് മറുപടി വന്നത് എങ്ങനെയെന്നറിയോ? നമ്മൾ വാക്കുകളെ ശ്രദ്ധിക്കാനാ ഞാൻ പറയുന്നത്. അത് ഒരു പൊതുജീവിതം ആരംഭിക്കുമ്പോഴൊക്കെ ആരംഭിച്ചാ പോരെ. തട്ടമിട്ടിട്ട് ബുർഖയിട്ടിട്ട് പർദ്ദയിട്ട് മട്ടത്തിൽ നടക്കുന്നത് മതിയോ സഹോദരാ? മതിയോ ഉമ്മ? അതുവരെ ഈ ഹറാമിന് പെർമിഷൻ ഉണ്ട് എന്നാണോ പറയുന്നത്? ആരാ നമുക്ക് അനുവാദം നൽകിയത്? ആരാ നമുക്ക് അംഗീകാരം നൽകിയത്? ഇതിന് കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഇത് പാടില്ലെന്ന് പറയുന്ന വിഷയം നമ്മൾ തിരുത്തിയില്ലയോ? നന്നായി നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കണം. ഹറാമിനെ ലാഘവത്തോടെ കാണരുത്. ഹറാമിനെ വർജിക്കുന്ന മനസ്സാണ് എപ്പോഴും ഉണ്ടാകേണ്ടത്. പൂർവികർ ഈമാനെ കാത്തു സൂക്ഷിച്ചത് നോക്ക് നിങ്ങൾ. ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെ റോമിൽപ്പെട്ട രാജാവിന്റെ ഒരു പോരാളി, റോമിലെ രാജാവ് അന്ന് മുസ്ലിമല്ല, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. ആ രാജാവിന്റെ ഒരു പോരാളി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത് മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. സുബ്ഹാനല്ലാഹ്. റോമിലെ രാജാവിന് വിവരം കിട്ടി, ഇങ്ങനെ ഒരു കൂട്ടം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിവരം കിട്ടി. റോമിലെ രാജാവ് പറഞ്ഞു, അവരെ എല്ലാവരെയും ചെങ്ങലയിൽ ബന്ധിക്കണം. ചെങ്ങലയിൽ ബന്ധിച്ച് രാജാവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ റുക്കൂഇന്റെ രൂപത്തിലേ കൊണ്ടുവരാവൂ. റുക്കൂഇന്റെ രൂപത്തിൽ രാജാവിന്റെ മുന്നിലേക്ക് കടക്കുന്ന രൂപത്തില് ആ രാജാവിന്റെ മുന്നിലേക്ക് നേർക്ക് കടക്കാൻ പറ്റൂല. ഒന്ന് വളഞ്ഞിട്ട് രാജാവിന്റെ മുന്നിലേക്ക് പോകണം. നിർബന്ധമായിട്ടും ഒരാൾക്ക് റുക്കൂ ചെയ്യിപ്പിക്കുന്ന സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്. മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ രാജാവിന്റെ മുന്നിലേക്ക് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി അതേ ചെങ്ങലയിൽ ബന്ധിച്ച് റുക്കൂഇന്റെ രൂപത്തിൽ കൊണ്ടുപോകുന്ന സ്ഥലത്ത് എത്തിയപ്പോ റുക്കൂഇന്റെ രൂപത്തിൽ അങ്ങോട്ട് കടക്കണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്നി ലഅസ്തഹീ മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ അദ്ഖുല അലൽ കാഫിരി കഹൈഅത്തിർ റാകിഈ. അള്ളാഹുവിന്റെ റസൂല് ഞാൻ വിശ്വസിച്ച മുത്ത് നബി തങ്ങള് ഞാൻ ഈ ചെയ്യുന്നത് കാണുന്നുവല്ലോ, അള്ളാഹിന്റെ റസൂല് കാണുമല്ലോ. നബി തങ്ങൾ വഫാത്തായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാഫിറിന്റെ സവിധത്തിലേക്ക് റുക്കൂ ചെയ്യുന്ന കോലത്തിൽ പോകുന്നത് എനിക്ക് നാണമാണ്. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വിടുന്നുണ്ട്. ഒരുപാട് സഹോദരിമാര് ഉമ്മമാര് വന്നിട്ടുണ്ട് എന്ന് സംഘാടകർ പറഞ്ഞു. നല്ല സംഭാവന കൊടുത്തേക്കണം പരിപാടിക്ക് വേണ്ടി എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തും. ഇരിക്കട്ടെ സഹോദരങ്ങളെ, റുക്കൂഇന്റെ രൂപത്തിൽ എനിക്ക് അങ്ങോട്ട് കിടക്കുന്നത് നാണമാണ്, എനിക്കത് പറ്റൂലാന്ന് ഈ ഒരു മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞപ്പോ രാജാവിന്റെ അനുയായി പറഞ്ഞു, ആ രൂപം അവിടെ നിന്ന് ഉയർത്തു. അയാള് തലകുനിച്ച് വരാതെ നേർക്ക് നേരെ വരട്ടെ.
നേർക്ക് നേരെ മുന്നോട്ട് കടന്നു ചെന്നു. അതേ കുനിച്ചു പോകുന്ന സ്വഭാവം, അതിന്റെ തടസ്സങ്ങളൊക്കെ മാറ്റിക്കൊടുക്കാൻ പറഞ്ഞു. നേരെ രാജാവിന്റെ അനുയായിയുടെ മുന്നിലേക്ക് പോയി. ദീർഘനേരം സംസാരിച്ചപ്പോ റോം രാജാവിന്റെ അനുയായി പറഞ്ഞു, നീ ഞങ്ങളെ ദീനിൽ പ്രവേശിക്കണം. ഒരാളോട് പറയാണ്, ഞങ്ങളെ മതത്തിൽ നീ പ്രവേശിക്കണം. എന്റെ കയ്യിലുള്ള ഭരണത്തിന്റെ മോതിരം നിന്റെ കയ്യിലേക്ക് വെച്ചു തരാം. റോമിന്റെ അധികാരം നിനക്ക് ലഭിക്കും. നിനക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാം. ആ സമയത്ത് മുസ്ലിമായ സഹോദരൻ ആ റോമിന്റെ അധിപനോട് ചോദിച്ചു, അല്ല, കം ലിറൂമി മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് റോം എന്ന് പറയുന്ന പ്രദേശം എത്രയുണ്ട്? അതേ, കുറഞ്ഞ പ്രദേശമല്ലേ ഉള്ളൂ. ദുനിയാവ് മൊത്തം റോമല്ലല്ലോ, ദുനിയാവിന്റെ പകുതി റോമല്ലല്ലോ, ദുനിയാവിൽ കുറഞ്ഞ ഭാഗമല്ലേ റോമെന്ന് പറയുന്നത്. ലൗകാനത്തിദ് ദുനിയാ കുല്ലുഹാ ലഹും മംലൂഅതൻ ദഹബൻ വജവാഹിറ വഅതുഹാ ഇലയ്യ ബദലൻ അൻ സമാഇ അദാനി യൗമിൻ മാ ഖബിൽതുഹാ. മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം കേൾക്കണോ നിങ്ങൾക്ക്? ഈ റോം എന്ന നാട് മുഴുവനും സ്വർണവും മുത്തും രത്നവും നിറച്ചിട്ട് നിങ്ങൾ എന്റെ കയ്യിൽ വന്ന് എന്റെ കയ്യിലേക്ക് സംഭാവനയായി കൊണ്ടുതരുന്നത് ഒരൊറ്റ ദിവസത്തെ വാങ്ക് കേൾക്കാതിരിക്കുന്നതിന് പോലും പകരമായി സ്വീകരിക്കാൻ പറ്റൂല. ഇന്നത്തെ വാങ്ക് നീ കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു വക്തിന്റെ വാങ്ക് കേൾക്കാതിരിക്കാൻ ഈ നാട് നിറയെ നിങ്ങൾ സ്വർണം എന്റെ കയ്യിൽ കൊണ്ടുവന്നാലും ഞാനത് സ്വീകരിക്കൂല. അപ്പൊ ചോദിച്ചു, ഈ റോമിന്റെ സൈന്യത്തിന്റെ അധിപൻ ചോദിച്ചു, എന്താണ് വാങ്കെന്ന് പറയുന്നത്? വാങ്കങ്ങ് ഉച്ചത്തിൽ ചൊല്ലിക്കൊടുത്തു. ആ വാങ്കിലുണ്ടല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ രണ്ട് വാക്കുകൾ കേട്ടപ്പോ റോമിന്റെ അധിപൻ പറഞ്ഞു, നേതാവ് പറഞ്ഞു, ഈ മനുഷ്യന്റെ മനസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് ഇയാളെ മനസ്സിൽ ഉറച്ചു പോയിട്ടുണ്ട്. പെട്ടെന്നൊന്നും ഇയാളെ മടക്കാൻ കഴിയൂല. മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ വിളിച്ചുകൊണ്ട് ഒരാളെ പിടിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. അധികാരത്തിന്റെ മോതിരമാണ് കയ്യിലേക്ക് തരാമെന്ന് പറഞ്ഞത്. അധികാരത്തിന്റെ മോതിരോ? ഈ നാട് മൊത്തം നിങ്ങൾ സ്വർണവും മുത്തും മറ്റൊക്കെ നിറച്ചു വന്നാലും ഒരു നേരത്തെ വാങ്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കൂല. പിന്നല്ല നാടിന്റെ അധികാരം മൊത്തം. അപ്പൊ വാങ്ക് അങ്ങോട്ട് കൊടുത്തപ്പോഴാണ് മറ്റേ ആള് പറഞ്ഞത്, ആ വാങ്കിലുണ്ടല്ലോ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് ഇവരൊക്കെ കൽബിൽ ഉറച്ചു പോയിട്ടുണ്ട്. പെട്ടെന്ന് ഇവരെ മടക്കിയെടുക്കാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് താമസിപ്പിച്ചുകൊണ്ട് ശിക്ഷകൾ കൊടുക്കാം. സൈന്യങ്ങളോട് ഉത്തരവിടുന്നു. എന്താണ് അടുത്ത ഉത്തരവ്? വലിയ ഒരു തീ കത്തിച്ചിട്ട് അതിന്റെ മേലെ ഒരു ചെമ്പ് കൊണ്ടുവന്ന് വെക്കണം. ആ ചെമ്പിലേക്ക് വെള്ളം ഒഴിക്കണം, നിറയെ വെള്ളം ഒഴിക്കണം. ചെമ്പ് കൊണ്ടുവന്നു വെക്കുന്നു. മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്ന് നേരത്തെ ചോദ്യം ചെയ്ത് ഉത്തരം പറഞ്ഞ് വാങ്ങൊക്കെ കൊടുത്ത ആള് ചെമ്പ് കാണുകയാണ്. നമ്മളൊന്ന് ഈമാനിനെ ചിന്തിക്കണം കേട്ടോ. ചെമ്പ് കാണുകയാണ്. ആ ചെമ്പിന്റെ അടിയിൽ തീ എങ്ങനെ കത്തുന്നു? വെള്ളം കൊണ്ടുപോയി ഒഴിക്കുന്നു. വെള്ളം എങ്ങനെ തളച്ചു പൊന്തിയപ്പോ പിടിച്ച് വെള്ളത്തിലേക്ക് അയാളെ വലിച്ചെറിയൂ എന്ന് പറഞ്ഞു. അവരെല്ലാവരും കൂടി പിടിച്ച് ഈ മനുഷ്യനെ ചെമ്പിലേക്ക് വലിച്ചെറിയുമ്പോ ചെമ്പിലേക്ക് എത്തുന്നത് കുറെ ദൂരത്ത് നിന്ന് എറിഞ്ഞിട്ടാണ്. ചെമ്പ് തൊടാനായ നേരത്ത് മുസ്ലിം അങ്ങ് ചൊല്ലിപ്പോയി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ ഇസ്മോട് കൂടെ
പടച്ച റബ്ബല്ലേ ഈ തീയിന് ശക്തി കൊടുക്കുന്നവൻ, പടച്ച റബ്ബല്ലേ ഈ വെള്ളം തിളപ്പിക്കുന്നവൻ, പടച്ച റബ്ബല്ലേ ഈ തീയിന് ചൂട് കൊടുക്കുന്നവൻ. ആ അള്ളാഹുവിന്റെ ഇസ്മോടെ ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ബിസ്മീൻ ചൊല്ലിയിട്ട് ആ ചെമ്പിലേക്ക് അങ്ങ് കടന്ന് ഒരു ഭാഗത്തുകൂടെ പ്രവേശിച്ച് മറ്റൊരു ഭാഗത്തുകൂടെ പുറത്തേക്ക് വന്നു. സുബ്ഹാനല്ലാഹ്, അവർക്കൊന്നും തൊടാൻ കഴിയാതെ തിളച്ചു മറിയുന്ന വെള്ളം, അതിന്റെ ചൂടിന്റെ ഡിഗ്രി കൊണ്ട് എത്രയോ ഉയരത്തിലേക്ക് അതിന്റെ ആവി പൊങ്ങുന്നുണ്ട്. അത്ഭുതപ്പെട്ടു പോയി. വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ്, വല്ലാത്തൊരു ഈമാൻ തന്നെയാണ്. ഈ മനുഷ്യനൊന്നും പറ്റിയില്ലേ? അവര് നോക്കുന്നു, ഒരു ഭാഗത്തും പൊള്ളിയിട്ടില്ല, രോമം കരിഞ്ഞിട്ടില്ല, കല വീണിട്ടില്ല, എവിടെയും ചുവപ്പോ മറ്റു കളറുകളോ ഒന്നുമായിട്ടില്ല. അതാ അടുത്ത ശിക്ഷ കൊടുക്കാൻ വേണ്ടി ഉത്തരവിടുന്നു. രാജാവിന്റെ സൈന്യത്തിന്റെ അധിപൻ പറയുന്നു, ഒരു ഇരുട്ടുമുറിയിൽ കൊണ്ടുപോയി താമസിക്കണം ഈ മനുഷ്യനെ. ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ആ മുറിയിൽ തന്നെ കെട്ടിയിടൂ. അതേ ഇരുട്ടുമുറിയിലേക്ക് പാത്രത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി വെക്കേണ്ടത് പന്നിമാംസവും കള്ളും മാത്രമാണ്. പച്ചവെള്ളം കൊടുക്കരുത്, കടിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണവും കൊടുക്കരുത്. എങ്ങനെയുണ്ട് ഈമാന് എന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. റൂമിൽ കൊണ്ടുപോയി അടച്ചിടുന്നു. 40 ദിവസം കൊടുക്കാൻ വേണ്ടി പറയുന്നത് കള്ളും പന്നിമാംസവുമാണ്. പന്നിമാംസം ഹറാമല്ലേ? കള്ളും ഹറാമല്ലേ? ഖംറും ഹറാമല്ലേ? അത് കൊടുക്കാനാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, റൂമിലുള്ള വെളിച്ചം കെടുത്തിയിട്ട് ഒരു പാത്രത്തിൽ നിറയെ കള്ളും മറ്റൊരു പാത്രത്തിൽ അതാ ചുട്ടതും പൊരിച്ചതുമായ പന്നിമാംസവും വെച്ചുകൊണ്ട് മുന്നിലേക്ക് വെക്കുന്നു. ചെറിയ സബറ് മതിയോ? ചെറിയ ക്ഷമ മതിയോ? അല്ലാഹു അവര് കണ്ണുകൊണ്ട് തങ്ങളെ വീത്താൻ അടുത്താകും. അങ്ങനെ വീത്തലുണ്ടോ? ഉണ്ട്. അതിനാണ് കണ്ണീർ എന്ന് പറയുന്നത്. കണ്ണോണ്ട് നോക്കിയിട്ട് അടച്ചോനായ റബ്ബേ, ആ നോട്ടം കണ്ട മനുഷ്യനൊക്കെ പോയി പോകും. കണ്ണുകൊണ്ട് തങ്ങളവര് വീത്താൻ അടുത്താകും. പക്ഷേ തങ്ങളെ വീത്താൻ അവർക്ക് കഴിയില്ല. തങ്ങൾക്ക് അല്ലാഹു കാവൽ തന്നിട്ടുണ്ട്, ഇസ്മത്ത് തന്നിട്ടുണ്ട്. അങ്ങനെ കണ്ണേറിൽ പ്രസിദ്ധിയാർജിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അത് കറാമത്തല്ല കേട്ടോ. കണ്ണേറിൽ കണ്ണോണ്ട് എറിയും, നാവോണ്ടും എറിയും. ചിലപ്പോ കണ്ണോണ്ട് എറിയും, വലിച്ചിട്ട് ആ വലിണ്ട് വലിച്ചപ്പോത്തിന് മറ്റേതാകെ പീസായിട്ടുണ്ടാവും. ആ തഫ്സീറിലുണ്ട്. നല്ലോണം ഉഷാറായിട്ടും കൊണ്ട് വന്ന പൂന്തോട്ടം കൊണ്ട് കണ്ടപ്പോ പൂന്തോട്ടം ഇങ്ങനെ കണ്ടിട്ടൊരാള് എത്ര കിട്ടൂലേ ഇക്കൊല്ലം, അത് തീരുമ്പോഴേക്ക് മറിഞ്ഞോണ്ട് കൊണ്ടുവന്നു. ഇത് കറാമത്ത? ഇത് കറാമത്തല്ല, ഇതിന് കറാം പരിപ്പറിയാ. ഇത് കറാമത്തല്ല. നല്ല ഒട്ടകത്തെ കണ്ട് ആ ഒട്ടകത്തെ ഇങ്ങനെ നോക്കിയിട്ട് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ബക്കറ്റ് കൊടുത്തിട്ട് 1 കിലോ അതിന്റെ ഇറച്ചി വാങ്ങിക്കൊടുത്തു. അത് പറഞ്ഞപ്പോഴേക്ക് ഒട്ടകം ചെരിഞ്ഞു, മറ്റയാൾ വന്ന് അറുത്തു. ഒരാൾ ഉപയോഗിക്കുന്ന ഒട്ടക. അതുകൊണ്ട് ആര് കാറ് പോണുണ്ടാവും, നിങ്ങൾ നല്ല നോട്ടം നോക്കണം കേട്ടോ. നിങ്ങൾ ഓലെ നോക്കിയിട്ട് തള്ളിടാൻ നിൽക്കരുത്. ഈ മൂല്യന്മാര് ഫുള്ള് വണ്ടി, മൂല്യന്മാരൊക്കെ കാളവണ്ടിയിലാണ് പോണ്ടിന്നാ ചില ആൾക്കാർ കേൾക്കുന്നത്. ഒരു മൂല്യര് വണ്ടി, മൂല്യര് പോയ വണ്ടി എന്ത് ചെയ്തു? മൂല്യര് പിന്നെ ആ പൂത്തും വണ്ടിയിലാണ് പോണ്ടി, ഏത് വണ്ടിയിലാണ് പോണ്ടി? അല്ല, അങ്ങനെ ഒരു ശാസ്ത്രം ഉണ്ടോ പോകാൻ പാടില്ല എന്നുള്ളത്? പിന്നെ എന്തിനാ ആൾക്കാർ ഇത് നോക്കിയിട്ട് ഇങ്ങനെ അത്ഭുതം? അല്ല, ഓലയ്ക്കൊന്നും വല്ലതും പിരിച്ചെടുത്തിനു ഇത് വാങ്ങാൻ? ആൾക്കാരെ നോട്ടം കാണുമ്പോൾ തന്നെ മനുഷ്യന് പേടിയായി പോവാണ്. അങ്ങനെ ഒരു നോട്ടം ഉണ്ട്, അതിനുള്ള ചികിത്സയും പറയുന്നുണ്ട്. എല്ലാവരും നല്ല സമാധാനിച്ചിരിക്കും, നല്ലൊരു ചികിത്സ പറയാം ഇൻഷാ അല്ലാഹ്. ഖുർആൻ തന്നെ നമ്മളെ വകല്ല, തഫ്സീറിന് തന്നെ പറയാം. വയകാദുല്ലദീന കഫറു ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ الذിക്ർ. അവർ ഈ ഉത്ബോധനം കേൾക്കുമ്പോൾ, ഖുർആൻ കേൾക്കുമ്പോൾ നബിയെ തങ്ങളെ കണ്ണുകൊണ്ട് വീത്താൻ അവർ അടുത്താകും. കണ്ണ് കാട്ടിയിട്ട് തങ്ങളെ വീത്താൻ അവർ അടുത്താകും.
പക്ഷേ തങ്ങളെ വീഴ്ത്താൻ അവർക്ക് കഴിയൂല. കഴിയാത്തത് കൊണ്ട് പിന്നെ അവരെ ദേഷ്യം തീരുന്നുണ്ടോ? വയഖൂലൂന, അവർ പറയും ഇന്നഹു ലമജ്നൂൻ. പറഞ്ഞിട്ടെങ്കിലും തോൽപ്പിക്കാൻ കരുതിയിട്ട് നോക്കിയിട്ട് വീഴ്ത്താൻ കഴിയുന്നില്ല. അപ്പൊ അവര് പറയും, ഈ സൂറത്തിന്റെ തുടക്കത്തിലും അതല്ലേ വിഷയം ആരംഭിച്ചത്? വലീദ് ഇബ്നു മുഗീറ പറഞ്ഞ വാക്കല്ലേ നബി അല്ലാഹു തആല റദ്ദ് ചെയ്തത്? മാ അൻത ബിനിഅമത്തി റബ്ബിക ബിമജ്നൂൻ. ഒരിക്കലും അല്ലാഹ് അനുഗ്രഹിച്ചിട്ട് റബ്ബ് അനുഗ്രഹിച്ചിട്ട് തങ്ങൾ മജ്നൂൻ അല്ല. അല്ലേ അല്ല, മജ്നൂൻ ഒരിക്കലും അല്ല. തങ്ങൾ അതിമഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അവരിങ്ങനെ പറയും ഇന്നഹു ലമജ്നൂൻ, അവര് മജ്നൂനാണ്, തങ്ങൾ മജ്നൂനാണെന്ന് അവർ പറയും. ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പോ ശത്രുത മൂത്തിട്ട് അവർക്കൊരു ചെരിഞ്ഞ നോട്ടുണ്ട്. അങ്ങനെ തഫ്സീറിൽ കാണാം, ഖുർആൻ ഇങ്ങനെ നോക്കുമ്പോ ശത്രുത അങ്ങോട്ട് മൂത്തിട്ട് ഒരു ചെരിഞ്ഞ നോട്ടം, അങ്ങനെ നോട്ടം, ചെരിഞ്ഞ നോട്ടം, ഒരു മുഅഖിറുൽ ഐൻ, കണ്ണിന്റെ പിൻഭാഗം കൊണ്ടൊരു നോട്ടം, ചെരിഞ്ഞ നോട്ടം, നേർക്കേറെ നോക്കല്ല, ദേഷ്യം മൂത്തിട്ട്. ബനു അസദ് ഗോത്രത്തിൽ കുറെ കണ്ണന്മാരുണ്ടായിരുന്നു എന്നാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത്. കണ്ണന്മാരെന്ന് പറഞ്ഞാൽ പെരുങ്കണ്ണന്മാര്. അവരെ കണ്ണോണ്ടൊരു നോട്ടം നോക്കിയ അടുത്ത സംഗതി ഫലം വരും. മുമ്പൊരാള് വിമാനം പരീക്ഷണ പറക്കൽ നടത്തുമ്പോഴേ, അല്ലോ അങ്ങനത്തെ ആൾക്കാരൊക്കെ അവിടെ കൊണ്ടുപോകാൻ പാടില്ല. വിമാനം ഇങ്ങനെ പരീക്ഷണ പറക്കൽ കുറച്ച് താഴ്ന്നിട്ടാണ് നിങ്ങൾ നടത്തുക. അപ്പൊ ഇയാള് പറഞ്ഞു, എന്താ അപ്പൊ അത് കോഴി പറക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ വിമാനം താഴേക്ക് വീണു. സഹോദരന്മാരെ, അങ്ങനത്തെ ആൾക്കാർ എവിടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തഫ്സീറിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ എവിടേക്ക് ഇറങ്ങുകയാണെങ്കിലും എവിടേക്ക് പോകുകയാണെങ്കിലും നല്ലോണം കാവൽ ചോദിക്കണം. കാരണം ഓലെ പേടിന്നെ സംഗതി. അവർ ദിനായിട്ട് ഇഹ്റാം കെട്ടിയിരിക്കുകയും ചെയ്യും. ഇനി ആകെ നഷ്ടാവെന്ന് കണ്ടാൽ കഴിവിന്റെ പരമാവധി മാറിപ്പോകണം എന്നാ. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, അത്ര മൂർച്ച കൊടുക്കരുത് വാക്കുകൾക്കും നാക്കുകൾക്കും കണ്ണിനൊന്നും. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു അജബ് കണ്ടാൽ, ഒരാൾക്ക് അള്ളാഹു നൽകിയ ഒരു അത്ഭുതം കണ്ടാൽ നമ്മൾ അയാൾക്ക് വേണ്ടി ഹൈറിന് ദ്വാരക്കാ വേണ്ടത്. എന്താ നമ്മൾ ചൊല്ലേണ്ടത്? ഇൻഷാ അല്ലാഹ് ഞാൻ തഫ്സീർ വായിക്കാം. നിങ്ങൾ നോക്ക്, ബനു അസദ് ഗോത്രത്തിൽപ്പെട്ട ഒരാള്, അവര് ഇതില് പേര് കേട്ട ആൾക്കാരായിരുന്നു, കണ്ണേറ് എറിഞ്ഞു കൊടുക്കണേല്. ബനു അസദ് ഗോത്രത്തിൽ അവര് കൂട്ടത്തിൽപ്പെട്ട ഒരാള് ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ ഒരു കണ്ണേറ് കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ആ കണ്ണേറ് കൊടുക്കാനുള്ള വ്യക്തിക്ക് വേണ്ടി 3 ദിവസം പട്ടിണിയിലായി കഴിയും. പട്ടിണി കിടക്കും, മറ്റേ ആൾക്ക് കൊടുക്കണല്ലോ. എന്നിട്ട് പിന്നെ അയാളെ അടുത്തേക്ക് ഇങ്ങനെ വെളിവായിട്ട് പറയും, മാ റഅയ്തു അഹ്സന മിൻ ഹാദാ, ഇയാളെപ്പോലെ സൗന്ദര്യമുള്ള ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞു തീരുമ്പോഴേക്ക് ഫയതസാഖതു ദാലിക ഷൈ, എന്താണോ പറഞ്ഞ ബിൽഡിങ്ങിനെ പറ്റിയ ബിൽഡിംഗ് കൊണ്ട് വീഴും. ഒരു വ്യക്തിയെ പറ്റിയാണ് അയാളാണ് വീഴും. കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഇനി എടുക്കാണ്ട ജനാസ ഉണ്ടാകും. വകാന റജുലു മിൻഹും യൻദുറു ഇലൻ നാഖത്തി സമീന വിൽ ബഖറത്തി സമീന. ബനു അസദ് ഗോത്രക്കാരിൽപ്പെട്ട ഈ കണ്ണന്മാരിൽപ്പെട്ട ആള് ഒരു തടിച്ച പശുവിലേക്കോ തടിച്ച ഒട്ടകത്തിലേക്കോ നോക്കിയിട്ട് പിന്നെ അതിന് ഒരു കണ്ണുകൊണ്ടൊരു ഏറ് കൊടുത്താൽ അടിമ സ്ത്രീയോട് പറയും, പോയിട്ട് 1-2 ദിർഹം എടുത്തോ, എന്നിട്ട് കുറച്ച് ഇറച്ചി വാങ്ങിയിട്ട് വാ. അന്ന് നോക്കിയിട്ട് ബക്കറ്റ് കൊടുത്തയക്കുമ്പോഴേക്കിന് അവിടെ അറവ് നടന്നിട്ടുണ്ടാവും. കാരണം കുട്ടിപ്പടയാ, ഇനി ലാസ്റ്റ് ഇറച്ചിയെങ്കിലും കിട്ടിക്കോട്ടെ ചെയ്തിട്ട് അർത്ഥമുണ്ടാവും. അല്ലാ, പേടിയാട്ടോ അങ്ങനത്തെ ആൾക്കാരെ. എമ്മാതിരി നോട്ടൊക്കെ നോക്കാം മനുഷ്യന്മാരെ കണ്ണിനുമാര് പേടിനെങ്കിൽ. എന്നാലും മനുഷ്യന്മാരിൽ മാത്രമല്ല അത് എന്നാണ് ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പഴയ കാലത്ത് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ജീവികൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, ഭക്ഷണം കഴിക്കുന്നിടത്തേക്കോ മറ്റോ ജീവികൾ നോക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ 1-2 ഇറച്ചി കഷ്ണങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കുടുംബക്കാരോട്, വീട്ടുകാരോട്, കുട്ടികളോട് പറയും, ഒരു കഷ്ണം കെട്ടുകൊടുത്തേക്ക് മോനെ, എന്നാ പിന്നെ എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകൂല, നീയാണ് ഭക്ഷണം കഴിച്ചോളൂ. അതിന് ഉപോത്ബലകമായ ഹദീസുകളും വന്നിട്ടുണ്ട്. കണ്ണേറ് എന്നുള്ളത് സത്യമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഐനു ഹഖ്കുൻ, സത്യമാണ്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം 10 മക്കളെ ഒരുമിച്ചാണ് മിസ്റിലേക്ക് പറഞ്ഞയക്കുന്നത്. മഹാനവർകൾ പറഞ്ഞയക്കുമ്പോൾ ഈ മക്കൾ 10 ആളും നല്ല ഭംഗിയുള്ളവരും ശാരീരിക ഭംഗിയുള്ളവരും
നല്ല ആരോഗ്യമുള്ളവരും ഒരേ ലെവലുള്ളവരാണ്, ഒരേ പൊക്കാണ്, ഒരേ ലെവലില്ല. 10 ആളിങ്ങനെ പോവുകയാണെങ്കിൽ, ഒരു മാർച്ച് എടുത്താണെങ്കിൽ ഒക്കെ ഒരേ മോഡലില്, ഒരേ മുഖം, വട്ടമുഖം, ഒരേ ഉയരും. നമ്മൾ മാർച്ച് എടുത്തുമ്പോൾ അങ്ങനെ ഒരു കണ്ണ് വരാത്ത, അങ്ങനെ ഒന്ന് പൊന്തിയിട്ട് ഒന്ന് താന്നിട്ട് ഒന്ന് അങ്ങനെയായിട്ടാണത്. അങ്ങനെയാണ് സുഖ. ഒക്കെ ഒരേ ലെവലിലാണ് സംഗതി, ആകെ പ്രശ്നമായിരുന്നു. വ്യത്യസ്ത നീളമാണല്ലോ, ഇതങ്ങനെയല്ല, ഇത് ഒരേ പൊക്കാണ്, നല്ല ഭംഗിയുള്ള മുഖം, എല്ലാവരും ഭംഗിയുണ്ട്. 10 ആളുകളും നല്ല ആരോഗ്യമുള്ളവരാണ്. അപ്പൊ ഇവര് പോകുമ്പോ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. സൂറത്ത് യൂസുഫിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, മക്കളെ ഒരു ഗേറ്റിലൂടെ എല്ലാവരും കടക്കരുത് കേട്ടോ. ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ്, ഒരു ഗേറ്റിലൂടെ എല്ലാവരും കടക്കരുത്. അപ്പൊ തന്നെ ആശയം മനസ്സിലായില്ലേ? ഒരു ഗേറ്റിലൂടെ കടക്കണ്ടെന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഗേറ്റിലൂടെ കടക്കണം. പിന്നെയും അത് ഊന്നി പറഞ്ഞു, വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, വ്യത്യസ്ത കവാടങ്ങളിലൂടെ നിങ്ങൾ കൊട്ടാരത്തിലേക്ക് കടക്കണം. കാരണം ഒരു ഗേറ്റിലൂടെ തന്നെ വന്നാൽ അപ്പുറത്ത് നോക്കണേ, ഇത് 10 വാപ്പാന്റെ മക്കളാണല്ലോ, അത് മതി. അപ്പൊ പറഞ്ഞാൾ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞാൾ ശരി തന്നെ പറഞ്ഞു. പക്ഷെ അയാൾ അങ്ങനല്ല പറയേണ്ടത്. അയാൾ പറയേണ്ടത് എന്താണ്? തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഇവർക്ക് സൃഷ്ടിപ്പൊക്കെ കൊടുത്ത അല്ലാഹു തആല പരമോന്നതനും പരമാനുഗ്രഹിയുമായിരിക്കുന്നു എന്ന് അല്ലാഹു തആലാന്റെ ഖൽഖിനെ സ്തുതിച്ചു പറയാ വേണ്ടത്. ഇവരെ നോക്കിയിട്ട് എന്തിനാണ് ഇടങ്ങേറുണ്ടാക്കുന്നത്? അപ്പൊ അങ്ങനെ പറയും കണ്ടു നിൽക്കുന്ന ആള്. ഒരു പക്ഷേ ചോദിച്ചേക്കും നിങ്ങളോട്, നിങ്ങളൊക്കെ ഒരു വാപ്പാന്റെ മക്കളാ. അപ്പൊ ചോദ്യം നല്ല ചോദ്യമല്ല ചോദിച്ച്, പക്ഷേ ചോദ്യത്തിന്റെ ലക്ഷ്യം എന്താ? ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താ? അതുകൊണ്ട് ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, വ്യത്യസ്ത ബാബുകളിലൂടെ. ലിഅല്ലാ യുസാബു ബിൽ ഐനി, കണ്ണീർ പറ്റാതിരിക്കാൻ വേണ്ടി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ മക്കളെ പേരക്കുട്ടികളെ കിട്ടിയാലും യുഅവ്വിദുൽ ഹസന വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമേ മന്ത്രിക്കുമായിരുന്നു. ചെറിയ മക്കളെ മടിയിലിരുത്തുന്ന ബാപ്പമാര് ഉമ്മമാര് എപ്പോഴും മന്ത്രിക്കണം, അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ആ മക്കളെ വിളിച്ചിട്ട് തങ്ങൾ മടിയിലിരുത്തും, ഒരു മടിയിൽ ഒരാളെയും മറ്റേ മടിയിൽ മറ്റൊരാളെയും, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമേ. എന്നിട്ട് തങ്ങൾ പറയും, അഊദു ബികലിമാത്തില്ലാഹി താമ്മ, അല്ലാഹുവിന്റെ പരിശുദ്ധാത്മാക്കളോട് ഞാൻ അഭയം ചോദിക്കുന്നു, മിൻ കുല്ലി ശൈത്വാൻ, എല്ലാ പിശാചിന്റെ ശല്യത്തിൽ നിന്നും, വഹാമ്മ, എല്ലാ ഇഴജന്തുക്കളുടെ ശല്യത്തിൽ നിന്നും, വമിൻ കുല്ലി ഐനിൻ ലാമ്മ, എല്ലാ കുരുത്തം കെട്ട കണ്ണുകളിൽ നിന്നും. ആക്ഷേപാർഹമായ ആക്ഷേപം മൂത്ത കുരുത്തം കെട്ട കണ്ണുകൾ, ആ കണ്ണുകളിൽ നിന്നും കാവൽ ചോദിക്കുന്നു, അള്ളാഹുവിന്റെ കലിമാത്തിനോട് കാവൽ ചോദിക്കുന്നു. കലിമാത്തുല്ലാഹി എന്നതിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വെച്ച അർത്ഥം അങ്ങനെയാണല്ലോ, അൽ അർവാഹുൽ മുഖദ്ദസ അൽ ആലിയത്തു ത്വാഹിറ, അള്ളാഹുവിന്റെ പരിശുദ്ധാത്മാകൾ, അംബിയാഇന്റെയും അസ്ഫിയാഇന്റെയും അതുപോലെയുള്ള മഹത്തുക്കളുടെയും അർവാഹുകൾ, അവരോടുള്ള ഒരു ഇസ്തിഗാസയാണത്, സഹായാർത്ഥനയാണ്, വലിയൊരു കാവലാണ്. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാൻ മാത്രല്ലട്ടോ അങ്ങനെ ചെയ്യുന്നത്, ഹാക്കദാ കാന യുഅബ്ബിദു ഇബ്രാഹിം, ഇപ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാം മന്ത്രിച്ചിരുന്നു, ഇസ്മാഈല വ ഇസ്ഹാഖ് അലൈഹിമുസ്സലാം, ഇസ്മായിൽ നബിയെയും ഇസ്ഹാഖ് നബിയെയും. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ജനിച്ച് 13 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. ആ മക്കളെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മന്ത്രിച്ചിരുന്നു. മന്ത്രം എല്ലാവരും കാണാതെ പഠിക്കും. അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. കുട്ടികളൊക്കെ മടിയുത്ത് താലോലിക്കുമ്പോൾ എന്നും ബാപ്പമാര് ഉമ്മമാര് അവർക്ക് മന്ത്രിച്ചു കൊടുക്കും. വലിയ ഫലമുള്ള മന്ത്രമാണ്. ഈ മന്ത്രമായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹുമാ ഈ ചൊല്ലിയ മന്ത്രമാണ് കതബഹാ ഫീ സൊക്കിൻ, ഒരു ഉറുക്കിലായിട്ട് എഴുതിയിട്ട് സുമ്മ അല്ലഖഹാ ഫീ ഉനുഖി വലദിഹി, മക്കളെ കഴുത്തിൽ കെട്ടിക്കൊടുത്തിരുന്നു. അതിനാണ് ഉറുക്ക് കെട്ടുക, എലസ് കെട്ടുക എന്ന് പറഞ്ഞത്. അത് ഹദീസിലുണ്ട്, അത് ഉറുക്കേതി കെട്ടിയിരുന്നു. ആർക്ക്? പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ. എത്തിയവർക്ക് ഈ ദിക്റും